പാചകവാതക പ്രതിസന്ധിയിൽ ഇടപെടലിന് സംസ്ഥാനവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് അടിയന്തര യോഗം ചേരുന്നു. യോഗത്തിൽ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. ഇപ്പോഴത്തെ പ്രസ്താവന നടത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി. എന്താണ് സംസ്ഥാനത്തിന്റെ കരുതൽ നടപടികൾ? വിനീത, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ കേന്ദ്ര പെട്രോളിയം മന്ത്രിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു. ആ കത്തിന് മറുപടി ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അതിനകത്ത് പറയുന്നത്. എങ്കിലും ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലുകൾ അടുത്ത ദിവസത്തേക്ക് എടുക്കണം എന്ന കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് മുഖ്യമന്ത്രി സിവിൽ സപ്ലൈസ് മന്ത്രി GRLലും ഒപ്പം സിവിൽ സപ്ലൈസ് സെക്രട്ടറി, ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിരിക്കുന്നത്. 5 മണിക്ക് ശേഷം യോഗമുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ അടുത്ത ദിവസങ്ങളിൽ ഏത് തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വേണം, വാണിജ്യ സിലിണ്ടറുകൾ നൽകാൻ സംസ്ഥാനത്തിന് എന്തെങ്കിലും ചെയ്യാനാകുമോ, പ്രത്യേകിച്ച് ഹോട്ടലുകൾ പൂട്ടിയിടുന്നത് എല്ലാ മേഖലയും ബാധിക്കുന്നുണ്ട്, അതിനേത് തരത്തിൽ ഇടപെടൽ സംസ്ഥാനത്ത് നടത്താൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.